ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വിഷു ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നേ ഉള്ളൂ കേട്ടോ. അമ്പലത്തിൽ നമുക്ക് കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ വളരെ യൂണിഫോം കഞ്ഞിയൊക്കെ ഇട്ട് അപ്പോൾ അമ്പലത്തിൽ നിന്ന് കഞ്ഞി വാങ്ങിക്കൊണ്ടപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞിയാണ് ഗൈസ്. കാണിച്ചു തരാം. കണ്ടു കഞ്ഞി. അപ്പോൾ ഈ കഞ്ഞിയും കൂട്ടി നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ്. കഞ്ഞി ഒന്ന്, കഞ്ഞി രണ്ട്. കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. കഞ്ഞി കുടിക്കാൻ പോവുകയാണ് ഗൈസ്. കഞ്ഞി നോക്കൂ കഞ്ഞി. അപ്പം ഞാനിവിടെ ഒരു എന്താണ് നമ്മുടെ സാധനത്തിൻ്റെ പേരെന്താ, മുട്ടക്കോസ്. ഒരു മുട്ടക്കോസ് വിഴുക്കും വെച്ച് മോര് ഇരിപ്പുണ്ട്, ചോറാക്കിയിട്ടുണ്ട്. കരിമീൻ മസാല ആക്കി കൊടുത്തു. ഇവിടെ ഒരാൾ കരിമീന് മസാല പെരട്ടും. ആ ഉള്ള മസാല കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യൂ പ്ലീസ്. എല്ലാം അകത്തോട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. കരിമീൻ പൊള്ളിച്ച് തിന്നോളാൻ വയ്യാതെ ഇവിടെ ഒരാൾ വാങ്ങിച്ചാണ്. പൊള്ളിച്ച് അങ്ങോട്ട് എനിക്ക് വയ്യ. എരിയിൽ ഞാൻ ചുട്ട് തരാം. എരിയിലാക്കിക്ക പൊരി അവിടെ ബാക്കി കരിമീൻ. ഇന്ന് വിഷുവായിട്ട് എല്ലായിടത്തും സദ്യയാണ്. സദ്യ എല്ലാവരും വിഷുവായിട്ട് സദ്യ കഴിക്കുമ്പോൾ നമ്മൾ വിഷുവായിട്ട് നോൺ വെജ് ചെയ്യും. അതാണ് വിശക്കാരന്മാർ. ഇത് എടുത്ത് താടി ഇതൊക്കെ നമ്മൾ വഴിക്കുക. അടുത്ത ആഴ്ച വഴിച്ച് സുന്ദരനാവും. അടുത്ത ആഴ്ച നമുക്ക് കല്യാണമുണ്ട് ഗേസ്. കല്യാണം പോകാൻ പറ്റുമെന്ന് മുൻകൂട്ടി പറയണമൊന്നും എനിക്ക് നടക്കാറില്ല. അതാണ് എൻ്റെ ഒരു നിഗമനം. ഇനി തൂക്കാം. പറക്കി വെച്ചാ ക്യാരംസ് ബോർഡ് കളിക്കാനാക്കി ചോദിക്കും. ആര് കളിക്കും? ഒറ്റയ്ക്ക് കളിക്കുമോ? അമ്മേ വരാം. വേണ്ട, ജോലി ഉണ്ടോ ക്കളെ? ഓ ശരി. അപ്പം നമ്മൾ ചോറ് തിന്നാൻ പോവുകയാണ് ഗായ്സ്. ചോറ്, കരിമീൻ പൊരിച്ചത്, വിഴുക്ക്, തോരൻ, മോരുകറി. മോരുകറി ഞാൻ എടുത്തില്ല. അപ്പോൾ ഏറ്റവും വലിയ മീൻ ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ മനുഷ്യനോട് ഏറ്റവും വലിയ മനുഷ്യ തിന്ന് സംതൃപ്തി അടയൂ. കരിമീൻ ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചാണ്. മീൻകറി ഉണ്ട് കേട്ടോ. ഞാൻ മീൻകറി എടുത്തില്ല. അപ്പം നമ്മൾ കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ചോറൊക്കെ തിന്നേണ്ട. ചൂട് കാരണം നിവർത്തിയില്ല. ഒരു ഐസ്ക്രീം അയ്യാമോ? ഇങ്ങനെയാണ് തിന്നാനുള്ളത്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കാണിച്ചു തരാം ഗായ്സ് നേരത്തെ മീനിൻ്റെ അവസ്ഥ. ഒരു ശകല ഒരു തരി അതിനകത്ത് വെച്ച് ആ പട്ടിക്ക് കൊടുത്തേക്ക് അവന് സന്തോഷത്തിൽ തിന്നരുത്. ഇങ്ങനെ തിന്നണം ഗായ്സ്. മീനായാലും ചിക്കൻ ആയാലും ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഒരു മാംസം എന്നുള്ള സാധനം അതിനകത്ത് കാണൂല. ഇത്രയും ക്ലീനാക്കി ആ മീൻ എന്ത് തെറ്റ് ചെയ്ത്. കഷ്ടം. ആർട്ടും ദ ആർട്ടിസ്റ്റ്. വേറെ ആരെ കൊണ്ട് സാധിക്കും? ഇതിലൂടെ എവിടെ പോയാൽ നമ്മൾ നാണം കെടും. കടക്കാരെ അന്തം വിട്ട് നോക്കും. ഇതെന്തിന് ലിയോ നിന്ന് കഴിഞ്ഞാൽ അവൻ പ്രാവും. ഈ കാലം ഒരു ശകലം സാധനം വെച്ചു തുടരെ പോയി. അപ്പം നമ്മൾ ഐസ്ക്രീം മാറ്റിപ്പോട്ടെ ഗൈസ്. ഒരു രക്ഷയില്ല ഗൈസ്. ചൂട് അങ്ങനെ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കട്ടെ. ചൂട് കാരണം നമുക്ക് നിവർത്തിയില്ല കേട്ടോ. എല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുക്കണം. ശരീരമൊക്കെ തണുക്കട്ടെ. രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർക്കണ്ട. വിഷുവായിട്ട് ഞാൻ ഇന്ന് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയില്ല. അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം ഇവിടെ പോകണം. കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകണം. എവിടെയാണ്? വീരളം അമ്പലത്തിലേക്ക് പോവുകയാണ് ഗൈസ്. നിങ്ങൾ ഞാൻ കൊണ്ടുപോകാം. അപ്പം നമ്മുടെ ആറ്റിങ്ങലിലെ ഫേമസ് അമ്പലമാണ് കേട്ടോ. കൃഷ്ണൻ്റെ അമ്പലമാണ് വീരളം. കൃഷ്ണസ്വാമി കൃഷ്ണക്ഷേത്രമാണ്. ഞാൻ കുറച്ച് ഇടയ്ക്ക് എപ്പോഴോ പോയിട്ടുള്ളൂ കേട്ടോ. കാരണം കുറേ നാളായി പോയിട്ട്. അങ്ങനെ എന്തായാലും അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. രാവിലെ പോകാൻ പറ്റില്ല, വൈകുന്നേരമാണ് പോകുന്നത്. കാരണം രാവിലെ നല്ല തിരക്കായിരിക്കും അവിടെ. അപ്പം ഞാനും അമ്മയും ധ്യാനൂസും ഗേച്ചിയും കൂടെയാണ് പോയത് കേട്ടോ. ഞാൻ എന്തായാലും പോകുന്നു. അപ്പം എല്ലാവരെയും കിട്ടുന്നവരൊക്കെ വിളിച്ചു കൂട്ടി. അപ്പം കിട്ടിയ ഇദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അവരെ കൊണ്ടങ്ങ് പോയി കേട്ടോ. എൻ്റെ ചിങ്കിടികളിൽ ഒരാൾ വന്നില്ല. സിന്ധു വെച്ച് വേറെ അമ്പലത്തിൽ പോയി. അപ്പം അതാ നോക്ക്, അതാണ് നമ്മുടെ അമ്പലം.
പക്ഷെ അവിടെ ഒരു ഇതൊക്കെ കെട്ടി ഇപ്പോൾ വയ്ക്കുന്ന കേട്ടോ ഫുള്ളായിട്ട്. പക്ഷേ അവിടുത്തെ ഒരു കാണിക്ക വെച്ചേക്കുന്നുണ്ട്, കാണിക്കല്ല നമ്മുടെ കണി വെച്ചേക്കുന്നുണ്ട്. ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്ന കണി. അമ്പലത്തിൽ പോയിട്ട് ചെറിയ രീതിയിലേ കണ്ടുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ദീപാരാധന സമയമായ അമ്മയും തിരിച്ച് അകത്ത് കയറി തൊഴുതുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാനും ധ്യാനോസർ വെളിയിറങ്ങി നിൽക്കുകയാണ് കേട്ടോ ചാരി. അപ്പോൾ ഇതിപ്പോൾ കെട്ടിയതേ ഉള്ളൂ, പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല. അങ്ങനെ അവർ ദീപാരാധന കഴിഞ്ഞ് ഇറങ്ങി വന്നു. നമ്മൾ വെളിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കർപ്പൂരമൊക്കെ തൊഴുവാൻ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുത ശേഷമാണ് വെളിയിറങ്ങി നിന്നത്. അങ്ങനെ ഒരു ഫോട്ടോയും കാര്യങ്ങളും എടുത്ത് നമ്മൾ ഹലോ ഗായ്സ്, അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്ന് ഞങ്ങൾ ഇവിടുത്തെ അടുത്ത അമ്പലത്തിൽ ഉത്സവമായിട്ടില്ല, എന്തൊക്കെ പരിപാടി നടക്കുന്നുണ്ട്. നമ്മൾ പോയി കയറി പോന്നു. നമ്മൾ കല്ലമ്പലത്ത് ഒരു സാധനമൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കഴിഞ്ഞ് വന്നു. അവിടെ എന്തൊക്കെ പാട്ടും പരിപാടിയും നടക്കുന്നുണ്ട്, സൗണ്ട് കേട്ടില്ല. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് കുറച്ച് മീൻ കിട്ടി, ആ മീൻ കൂടെ ഒന്ന് കണ്ടിച്ച് വെച്ച് നാളത്തേക്കുള്ള പരിപാടി നോക്കണം. അപ്പം വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ, ബൈ ബൈ.